ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴിനെ വളർത്താൻ ഇഷ്ടമായിരിക്കും, പക്ഷെ നല്ലൊരു കൂടില്ല, സൗകര്യമില്ല എന്നുള്ള പ്രശ്നമായിരിക്കും അല്ലേ? അതേ ഒരു അവസ്ഥ തന്നെയാട്ടെ എനിക്ക് കോഴിനെയൊക്കെ വളർത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതുപോലെയുള്ള സാധനങ്ങളെ പേടിച്ചിട്ടാട്ടോ നമുക്ക് എന്താ പറയുക, ഒരുപാട് കോഴിനെ എനിക്ക് നഷ്ടമാവുന്നതും അതേപോലെ ഒരുപാട് നഷ്ടം വരുന്നതും. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഇപ്പോൾ കൂട് ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാട്ടോ ഞാൻ ഇപ്പോൾ നല്ലൊരു കൂട് ഉണ്ടാക്കാനുള്ളൊരു എന്താ പറയുക ഒരു മുന്നിട്ട് നിൽക്കാത്തത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ഇവിടെ ഒരു വാടക വീടായതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നല്ല കൂടുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വലൻ്റെ ഉള്ളിൽ ആശാൻ കയറിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദിവസം വീട്ടിലില്ലാത്ത സമയത്താണല്ലോ നമ്മളെ ഒരു 10 മുട്ട അട വെച്ചത് കാണാതായെന്ന് പറഞ്ഞത്. പിന്നെ അതുമല്ല, പിന്നെ നമ്മളെ വിരിയാനായ കോഴിമുട്ടയെ കാണാതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞാൻ തൊട്ട് മുമ്പ് വരെ നമ്മൾ വീഡിയോ എടുക്കുന്നത് വരെ വിചാരിച്ചിരിക്കുന്നത് കാക്കയായിരിക്കും എന്നുള്ളതാട്ടോ. ഇപ്പോൾ ഒന്നും കൂടി എനിക്ക് നമ്മളെ കൂടിൻ്റെ വലൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിന് മുമ്പേ നമ്മളെ ഇവിടെ കയറിയിട്ടുണ്ടൊക്കെ കൂടിയിട്ട് ഇപ്പോൾ ഈ പ്രാവശ്യം വിചാരിച്ചത് കാക്ക തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാക്കുന്ന വീഡിയോ നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇത് കണ്ടില്ലേ, ഞാൻ കുറച്ച് മുമ്പ് മുത്തുമോളെ പോകുന്നതിന് മുമ്പ് കുളിപ്പിക്കുമ്പോൾ കോയിൻ്റെ ഒച്ചപ്പാട് കേട്ട് വന്നപ്പോൾ തൂവലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കാക്കയായിരിക്കുന്നു കേട്ടോ. ഞാനിപ്പോൾ കോഴി അവിടുന്ന് ഓടിയപ്പോഴാട്ടോ ഞാൻ നോക്കുന്നത്, വലിയ ഉടുമ്പ് കേട്ടോ. അത് കണ്ടില്ലേ, ഞാൻ ഇന്നലെ വരെ വിചാരിച്ച് നമ്മൾ കോഴിമുട്ട കഴിക്കുന്നത് കാക്കയാണെന്ന് തന്നെ എനിക്ക് ഇപ്പം മനസ്സിലായി. കാക്ക, എനിക്ക് ആകെ ശരീരമൊക്കെ വിറയ്ക്കുന്നുട്ടോ, പേടിയാവുന്നു. ഇത് കണ്ടില്ലേ വല. കോഴിയൊക്കെ നല്ലതുപോലെ പേടിച്ചിട്ടോ. എന്താ വെച്ചാൽ എനിക്കാണെങ്കിൽ ഇപ്പോൾ പോവുകയും വേണ്ടല്ലോ, എങ്ങനെ ഒറ്റക്കാക്കിയിട്ട് പോകാമെന്നുള്ളൊരിതായിട്ടോ. ഇപ്പം അന്ന് കയറിയതിന് ശേഷം ഇന്നാട്ടെ ഞാൻ നമ്മളെ ഉടുമ്പിനെ ഈ ഒരു വലൻ്റെ ഉള്ളിൽ കാണുന്നത് കേട്ടോ. കോഴിമക്കൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളെ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ പിന്നെ കോഴിമക്കളെയും കോഴിമുട്ടയൊക്കെ കഴിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കോഴിമുട്ട എടുക്കാൻ വന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളൊരു കോഴി എന്തായാലും കൂടിൻ്റെ മുകൾഭാഗത്തുണ്ട് കേട്ടോ. ഞാൻ അതിനെ നമ്മൾ കൂട്ടിൻ്റെ അകത്തേക്ക് മാറ്റാതിരുന്നത് ചിലപ്പോൾ കാക്കയായിരിക്കും എന്ന് വിചാരിച്ചു ഞാനതിനെ ഒരു മൂടി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ കോഴിനെ. നമ്മളെ കോഴികളൊക്കെ നന്നായിട്ട് പേടിച്ചോട്ടോ. ഞാൻ താഴത്തു നിന്നായി കേട്ടോ വീഡിയോ എടുത്തത്. നന്നായിട്ട് പേടിച്ച് നമ്മളെ കോഴികളൊക്കെ ഇപ്പം തിന്നാനിപ്പോൾ നമ്മൾ വലൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഒന്ന് അകത്തേക്ക് മാറ്റാൻ വേണ്ടി ഡ്രസ്സ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് നമ്മളെ കൂടിൻ്റെ ആ ഒരു അടിഭാഗത്ത് കൂടി ആയിട്ട് കയറുന്നത്. വേവാ നല്ല വലുപ്പമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുമ്പ് കയറിയത് ഇതിനെക്കാട്ടും വലുതായിരുന്നു കേട്ടോ. നല്ല കൂടില്ലെങ്കിലുള്ള പ്രശ്നം, നമ്മളെ കോഴിനെ എവിടെ ഇട്ടേച്ച് നമുക്കൊരു വഴിക്കും പോകാനാവില്ല കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ പെട്ടെന്ന് എടുത്തിട്ട് എഡിറ്റൊക്കെ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് വണ്ടി വരുന്നതിൻ്റെ മുമ്പ് എഡിറ്റൊക്കെ ചെയ്യാൻ വേണ്ടി ഇതൊക്കെയായിരുന്നു കേട്ടോ. അന്നപ്പോഴാണ് നമ്മുടെ കോഴികളെ കരച്ചിൽ കേട്ടിട്ട് വന്ന് നോക്കിയത്. നമ്മളെ കോഴികൾ ഇതാക്കുന്ന ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാട്ടോ. ഇപ്പൊ നേരെ കൂടിന്റെ മുകളിലേക്ക് കേറാൻ വേണ്ടിയിട്ട് മെല്ലെ ആശാന് വന്നതാട്ടോ. നമ്മൾ ഉടുമ്പ് താക്കുന്ന നെട്ടോട്ട് ഓടാട്ടെ. എനിക്കാണെങ്കിൽ നേരമില്ല. നമ്മൾ ഉടുമ്പ് താക്കുന്ന ആകെ പുറത്തേക്ക് കടക്കാനും വയ്യാട്ടോ. ഇവിടെ ഫുള്ള് ഗ്യാപ്പും ഓട്ടയും അങ്ങനത്തെ സംഭവമൊന്നുമില്ല. എന്തായാലും നമ്മളെ കൂടിൻ്റെ ആ ഒരു ഏരിയ തന്നെ പോകണം കേട്ടോ. അവിടെ കിടക്ക്. കൂടിൻ്റെ ഏരിയൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ പോകണം. എന്താ പറയുക, അതിന് ചെറിയൊരു ഓട്ടയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും കേട്ടോ. മുത്തുമോള ആ ഭാഗത്ത് പോയിട്ട് ഓടിക്ക്. ഇതവിടെ ഇവിടെ 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 അവിടെ ആ ഭാഗത്ത് പോയിട്ട് ഓടിക്ക്. മുത്ത് വേണ്ട അങ്ങോട്ട് ഇങ്ങോട്ട് മേക്കേറും. എങ്ങനൊരു വിധത്തിലത് പോകാൻ പറ്റുന്നില്ല വലയായിട്ട്.
എന്തായാലും ഇനിയും അത് വരും എന്നുള്ള ഉറപ്പാ. ഇല്ല പോയില്ല ഇങ്ങോട്ട് കല്ലുണ്ട കൊണ്ട ഞാനും മുത്തുമോളും കുറേ നേരമായിട്ട് ശ്രമിക്കുക കേട്ടോ, ഇതിനൊന്ന് കൂട്ടുന്നൊന്ന് പുറത്തേക്കൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനായിട്ട് ഒരു നിവർത്തിയോട് കണ്ടില്ലേ. അപ്പം അത് വല ഓട്ട തുളച്ചിട്ട് പുറത്തേക്ക് കിടക്കാനുള്ള ശ്രമം കേട്ടോ, പക്ഷെ വലയൊന്നും ഓട്ട തുളയ്ക്കാൻ പറ്റുന്നില്ല ഇതിന്. പിന്നെ നമ്മളൊരു വിധത്തിലാട്ടോ അതിനെ പുറത്തേക്ക് തുറന്ന് എന്താ പറയുക പൂക്കിയതാന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്താണല്ലോ നമ്മുടെ ഒരു ഡോറുള്ളത്. അപ്പോൾ വലൻ്റെ അവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വല കട്ട് ചെയ്തിട്ടാന്ന് തോന്നുന്നു പോയത്. എന്താ അറിയില്ല, ഇത് നേരെ ആ ഒരു വലൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് തിരിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കാണെങ്കിൽ പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഒരു വിധത്തിൽ ഞാൻ നമ്മുടെ മഴശ്ശേരനുള്ളല്ലോ വീട്ടിൽ, ഞാനും മുത്തുമോളും മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ ഉച്ച 1:30 ആകുമ്പോൾ പോവുകയും വേണം. അപ്പോൾ എന്തായാലും ആ ഒരു ബുദ്ധിമുട്ടിലായിപ്പോട്ടോ. അപ്പോൾ ഫുള്ള് വീഡിയോ എടുത്ത് തന്നെ നിന്നാൽ നേരം ഉണ്ടാവില്ല. പക്ഷേ അതുകൊണ്ടാട്ടെ ഞാൻ അന്നില്ല ഒരു ലൈവ് പോലെ വന്നത്, പക്ഷെ വെറുതെ വന്നായിരുന്നു കേട്ടോ. അന്ന് ഉടുമ്പിനെ കച്ച, പക്ഷേ വലിയ ക്ലിയർ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി എന്തായാലും നമ്മുടെ ഇപ്പോൾ കാടൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ നമ്മുടെ കൂട്ടിലേക്ക് പിന്നെയും വന്നു. പിന്നെ ഞാൻ കുഞ്ഞുങ്ങളൊക്കെ പിന്നെ കൂട്ടിലേക്ക് തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ കോഴികളൊക്കെ ഞാൻ പുറത്തേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പുറത്തേക്ക് തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോകാനുള്ളതെന്ന് വിചാരിച്ചിട്ട് കോഴികളൊക്കെ വലൻ്റെ ഉള്ളിൽ തീറ്റിയിട്ടിട്ട് വലൻ്റെ ഉള്ളിൽ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മൊത്തം കോഴികളൊക്കെ ഞാൻ പുറത്തേക്ക് തുറന്ന് വിട്ടു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മളെ കൂട്ടിൻ്റെ മുകളിൽ ഒരു കോഴി അട ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനെ എടുത്തിട്ട് ഞാൻ നമ്മളെ സദാ അട വെക്കുന്ന ആ ഒരു അകത്ത് തന്നെ ഞാൻ അതിനവിടെ കൊണ്ടുപോയി വെച്ചിട്ടോ. പിന്നെ കുഴപ്പമില്ലാത്ത രീതിക്ക് അത് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോയത് കേട്ടോ. പിന്നെ ഇത് ഇതിന്റെ മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചായിട്ടോ. അപ്പോൾ അതിനുശേഷം ഇതാക്കുന്ന ഇപ്പോഴാട്ടോ നമ്മുടെ കൂട്ടിനുള്ളിൽ അല്ലെങ്കിൽ വലൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇതാക്കുന്ന ഉടുമ്പ് കയറിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാട്ടോ ഈ ഒരു ഉടുമ്പിനെ കൊണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോയത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.